ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ഊണാണ്. ഇതൊരു പാലക്കാടൻ രീതിയിലുള്ള ഒരു ഊണാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം കപ്പ വേണം. അപ്പോൾ കപ്പ നമ്മൾക്ക് ആദ്യം വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ആദ്യം വേവിക്കാം. വേവിച്ചിട്ട് ഈ വെള്ളം നമ്മൾ കളയണേ. അപ്പം അതുകൊണ്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഈ കപ്പയുടെ കൂടെ ഇടാൻ പോകുന്നത് മുരിങ്ങയാണ്. കപ്പയും മുരിങ്ങയും കൂടെ ഇട്ടുള്ള കറി പാലക്കാടുകാർ എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. ഇതിപ്പം അമ്മയുടെ റെസിപ്പിയാണ്. അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി നാളായി ഇതുപോലെ ഒന്ന് കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും കപ്പയും മുരിങ്ങയും ഒരുമിച്ച് കിട്ടിയപ്പോൾ ഓർത്തു ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ കപ്പയെല്ലാം വെന്ത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിപ്പം രണ്ടാമത് പുതിയ വെള്ളം ഒഴിച്ചതാണ്. അപ്പോൾ ഈ വെള്ളം നമ്മൾക്കിനി ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഈ കപ്പയിലോട്ട് മല്ലിപ്പൊടി ഇടാം 1 ടീസ്പൂൺ, അതുപോലെ മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ഇടാം. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, അതിലോട്ട് കുരുമുളക് 1 ടീസ്പൂൺ ഇടുക, ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഈ അരപ്പിലോട്ട് ചേർത്തിട്ട് നമ്മൾക്ക് കപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് തിളയ്ക്കണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം കഴുകി വെച്ച മുരിങ്ങ ഇതിലോട്ട് ചേർക്കുക. മുരിങ്ങയും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു മുരിങ്ങ വേവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഒരുപാട് ഇട്ട് തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ആ മുരിങ്ങയുടെ ആ പച്ച കളറ് പോകാൻ പാടില്ല. അപ്പം ഇത് കറി റെഡി ആയിട്ടുണ്ട്. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾക്ക് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും അതേപോലെ കടുകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അത് നമ്മുടെ മുരിങ്ങയിലോട്ട് ചേർക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മുരിങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ. ഇതിപ്പം നമ്മൾ സാധാരണ ചക്കക്കുരു മുരിങ്ങയും അതുപോലെ അല്ലെങ്കിൽ പരിപ്പും മുരിങ്ങയൊക്കെ വെക്കുന്ന ആ ഒരു രീതി തന്നെയാണ്. പക്ഷെ അതിന് പകരം നമ്മൾ കിഴങ്ങ് ഉപയോഗിച്ചതേ ഉള്ളൂ, നമ്മുടെ ഉള്ളിക്കിഴങ്ങ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് വറുത്തതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും അത്ര ഇട്ടാൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് വറുത്തെടുക്കുക. എണ്ണയൊക്കെ നമ്മൾക്ക് ഒരുപാട് കൂടുതൽ ഒഴിക്കേണ്ട, പക്ഷേ എന്ന് വെച്ചാൽ വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചാൽ മതി. ഇനി അഥവാ എണ്ണ അധികം വേണ്ട, കൂടുതലാണ് തോന്നുകയാണെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വറുത്താലും മതി, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങ് വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലോട്ട് കുറച്ച് നമ്മുടെ വെണ്ടയ്ക്കയുടെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ്. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് റെഡി ആയിട്ടുണ്ട്. കൊള്ളിയും മുരിങ്ങയും കൂടിയിട്ടുള്ള ഒഴിച്ചുകറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. കൊള്ളി ഇഷ്ടമുള്ളവർക്ക് അതുപോലെ മുരിങ്ങ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.